ഹലോ എവരിവൺ. ചില ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ വൻ എനർജി ആയിരിക്കും. ഇന്ന് എന്തെങ്കിലും മല മറിക്കുമെന്ന് ചിന്തിച്ചിട്ട് തന്നെയായിരിക്കും എഴുന്നേറ്റ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കുറച്ച് കറ്റാർവാഴയുടെ തയ്യ് ഞാൻ വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്നു. അതെല്ലാം കൂടെ രാവിലെ തന്നെ ചട്ടിയിലാക്കി നട്ട് വെച്ച് ടെറസിൻ്റെ മുകളിൽ കയറ്റാമെന്നാണ് രാവിലെ തന്നെ പ്ലാൻ ചെയ്തത്. എൻ്റെ കൂടെ കൂട്ടിന് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ ഓടുന്നത് നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാം. പണിയെടുക്കുന്നതിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ മിസ് ചെയ്തു കേട്ടോ. ഞാനും അവനും കൂടെ ചില സമയങ്ങളിൽ ഈ ഒളിച്ചേകണ്ടേ കളി കളിക്കും. ആ ഒരു ത്രില്ലെങ്ങാണ്ട് അവൻ വന്ന് കളിച്ചതാണ്. അപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അത് മിസ് ചെയ്തു കേട്ടോ. ഒരു ചിരി അവന് കൊടുക്കായിരുന്നു എന്ന് എനിക്കപ്പോൾ തോന്നി. പിന്നെ സാരമില്ല, അവൻ ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടാവും. ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴത്തേനും എന്നെ കുറച്ചും കൂടെ പണിയെടുപ്പിക്കാൻ വേണ്ടി ചേട്ടായിക്ക് ഭയങ്കര ആത്മാർത്ഥതയുള്ളതുകൊണ്ട് ചേട്ടായി ആ പറമ്പ് മൊത്തമുള്ള എല്ലാ ചട്ടികളും ആ സമയത്ത് എൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. പിന്നെ സംഭവമൊക്കെ നട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ എടുത്തായിരുന്നു നൈറ്റ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും. പക്ഷേ രാത്രി ആയതുകൊണ്ട് അവൻ ഉറങ്ങി. അവനെയും കൂട്ടിയെടുക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതവനെ മിസ് ചെയ്തല്ലോ എന്ന് കരുതി ഞാൻ അവനെ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അവനെ ഒന്ന് മഴ നനയിപ്പിക്കാം, ഒരു മഴയുടെ ഫീൽ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. അത് ഭയങ്കരമായിട്ട് അവൻ ഇഷ്ടപ്പെട്ടു. അവൻ നന്നായി ആസ്വദിച്ചു. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ സംഭവങ്ങൾ വീഡിയോയിലൂടെ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കറ്റാർവാഴയുടെ തൈകളൊക്കെ അവിടെ സെറ്റാക്കി ഇറങ്ങി. ഈ വിയർപ്പിൻ്റെ അസ്ഥിതയുള്ളതുകൊണ്ട്, പാരമ്പര്യമായതുകൊണ്ട് ഒന്ന് അനങ്ങിയാൽ തന്നെ കുറച്ച് വിയർക്കും. അത് ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി ഇറങ്ങി. പിന്നെ അടുത്ത പരിപാടി ഒന്ന് ഡ്രൈവിംഗ് സ്റ്റഡിയാക്കൽ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി ചേട്ടായി കൂടെ വരുന്നു. ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്, വേറൊരു വീഡിയോയ്ക്കകത്ത് പറയാം. വൈകുന്നേരം ആയപ്പോഴത്തേനും ചേട്ടായുടെ ഒരു ഫ്രണ്ട് പുഴമീൻ പിടിച്ചിട്ട് ചേട്ടായിക്ക് കൊടുത്തു. അത് ചേട്ടായി തന്നെ മുറിച്ച് ചേട്ടായി തന്നെ ക്ലീൻ ചെയ്ത് വറുത്ത് ഞങ്ങൾക്ക് തന്നു കേട്ടോ. എന്തായാലും അത് ഞാൻ വിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള അപൂർവ സന്ദർഭങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കണമല്ലോ. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് തന്നെ കടന്നുപോയി. ഓക്കെ, ബൈ ബൈ.